نحمده ونستعينه ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد ما بعد فيا أيها الناس أوصيكم عباد الله بالتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون മുഅ്മിനുകളെ അല്ലാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവിതത്തെ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകളോട് ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും സർവോപരി ജീവിതത്തിലുടനീളം അച്ചടക്കം പാലിക്കുവാനും മുസ്ലിമുകളായി ജീവിച്ച് അതേ നിലയിൽ മരണപ്പെടുവാനും ആഗ്രഹിക്കണമെന്നും യത്നിക്കണമെന്നും എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. അശാന്തിയുടെ ഒരു വർത്തമാനകാലത്തിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. എവിടെയും കാരണങ്ങൾ പലതാണെങ്കിലും നശീകരണ പ്രവർത്തനങ്ങൾ നിർബാധം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം. അത് ധാർമ്മികമായോ അച്ചടക്കം പാലിക്കുന്ന നീതിപൂർവമായ കാര്യങ്ങളിലൊന്നും മനുഷ്യർ പാഠം പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യാതെ നിർബാധം നശീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യ ഒരു സംഘർഷഭരിത പ്രദേശമായി, ഒരു യുദ്ധ ഭീതിതമായ പ്രദേശമായി മാറിയിട്ടുള്ള സന്ദർഭമാണ്. അതിൽ ഒരു വലിയ പാഠം ഉൾക്കൊള്ളാനുള്ളത് നമ്മൾ നമ്മെ തന്നെ, അല്ലെങ്കിൽ ഒരു നാട് നമ്മുടെ നാടിനെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നിടത്താണ് യാഥാർത്ഥ്യം. അപ്പൊ അതിൽ പല കാരണവും ഉണ്ടാകാം, കാര്യങ്ങളും ഉണ്ടാകാം. ദീർഘവീക്ഷണമാണ് പലതിലും നാം അകപ്പെടുവാനുള്ള കാരണം. ആ ദീർഘവീക്ഷണമില്ലായ്മ വിശുദ്ധ ഖുർആനിൽ പൂർവ സമൂഹങ്ങളെ സംബന്ധിച്ച് എടുത്തുദ്ധരിച്ച ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അതിലോരോന്നും ശിഷ്ടം ജീവിച്ചിരിക്കുന്ന ജനവിഭാഗങ്ങൾക്കുള്ള അടയാളവും ദൃഷ്ടാന്തവും താക്കീതുകളുമെല്ലാം ആ വചനങ്ങളിൽ അല്ലാഹു അടക്കം ചെയ്തിരിക്കുന്നു. വഖാറൂന വഫിർഔന വഹാമാന
വലഖദ് ജാഅഹും മൂസ ബിൽ ബയ്യിനാത്തി ഫസ്തക്ബറു ഫിൽ അർളി വമാ കാനൂ സാബിഖീൻ ഫകുല്ലൻ അഖദ്നാ ബിദംബിഹി ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബ വമിൻഹും മൻ അഖദത്തുഹു സ്വൈഹത്തു വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർള വമിൻഹും മൻ അഗ്റഖ്നാ വമാ കാന അല്ലാഹു ലിയദ്ലിമഹും വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. സൂറ അൽ അൻകബൂത്തിൽ ഈ കഴിഞ്ഞുപോയ എണ്ണമറ്റ പ്രവാചക ശൃംഖലയെ എടുത്തു പറയുകയും അവരുടെ ജനപദങ്ങളുടെ നിഷേധാത്മകമായ ജീവിതത്തിൻ്റെ പരിണിതത്വം എങ്ങനെയായിരുന്നു എന്ന് എടുത്തു പറയുന്ന ഒരു വചനമാണ്. ഖുർആനിലെ സൂറത്ത് റൂം ഈ വചനത്തിൻ്റെ ആശയത്തിലേക്ക് വരുന്നതിന് മുൻപ് സൂറത്തു റൂമിൽ ഖുൽ സീറൂ ഫിൽ അർള് ഫൻളുറൂ കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ൽ കാന അക്സറുഹും മുശ്രിക്കീൻ. ചെറിയ ഒരു വചനമാണ്. നീ അവരോട് ആവശ്യപ്പെടുക, അവരെ അറിയിക്കുകയും അവരോട് പറയുകയും ചെയ്യുക, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുക, അഥവാ ഭൂതലത്തിൽ നിങ്ങൾ സഞ്ചരിക്കണം. നിങ്ങളുടെ ചുറ്റുപാടുകൾ, പ്രദേശങ്ങൾ, അയൽ രാജ്യങ്ങൾ, അങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് കഴിയുന്നത്ര നിങ്ങൾ സഞ്ചരിക്കണം. മനുഷ്യരുടെ ഈ സഞ്ചാരത്വരയെ ഒരു വലിയ വരുമാന മാർഗമാക്കി മാറ്റിയിട്ടുണ്ട് വികസിതവും അവികസിതവുമായ രാജ്യങ്ങൾ. അങ്ങനെയാണ് ടൂറിസം ഹബ്ബുകൾ നിർണയിച്ചതും അതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നതൊക്കെ. ഇവിടെ ഖുർആൻ കേവലം ഒരു വിനോദ യാത്രയല്ല ആവശ്യപ്പെട്ടത്. നിങ്ങൾ ഭൂതലത്തിൽ സഞ്ചരിക്കണം, എന്നിട്ട് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് മുൻപ് കഴിഞ്ഞുപോയ ജനത, ആ ജനതയുടെ പര്യവസാനം എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് നിങ്ങൾ അന്വേഷിച്ചറിയുക. അപ്പം ശേഷം ജീവിച്ചിരിക്കുന്ന അവരിൽ അവശേഷിച്ച തലമുറകളും ആ തലമുറകളുടെ അനന്തരാവകാശികളും ഇന്ന് ആ രാജ്യത്തൊക്കെ ഉണ്ട്. അവരോട് ചോദിച്ച് അറിയണം, എങ്ങനെയാണ് നിങ്ങളുടെ പൂർവികർ ഈ ലോകത്ത് അന്യം നിന്നു പോയത്, എങ്ങനെയാണ് നശിപ്പിക്കപ്പെട്ടതെന്ന് നിങ്ങൾ അന്വേഷിക്കുക. അവിടെ ഒരു കാര്യം എടുത്തു പറഞ്ഞത്, അത് മറ്റെല്ലാത്തിനേക്കാളും ഉപരി വലിയൊരു വിഷയമാണ്. കാന അക്സറുഹും മുശ്രിക്കീൻ, സിംഹഭാഗം ജനങ്ങളും അവരിൽ ബഹുദൈവ വിശ്വാസം ഉൾക്കൊണ്ടവരായിരുന്നു, ഷിർക്ക് വഹിക്കുന്നവരായിരുന്നു, ഈമാനിൽ കളങ്കം ചാർത്തിയവരാണ്. അപ്പൊ പൂർവികർ ഈ ലോകത്ത് നശിപ്പിക്കപ്പെടുകയോ ഇല്ലായ്മ ചെയ്യപ്പെടുകയോ ചെയ്തതിലെ അതിപ്രധാനമായ കാര്യം അവരുടെ വിശ്വാസ പങ്കിലമാണ്. അത് വളരെ ദുഷ്കരമായ ഒരു വിശ്വാസത്തിൻ്റെ വാഹകരായിരുന്നു അവർ. അത് തന്നെയാണ് അവരെ ഈ ലോകത്ത് അവശേഷിപ്പിക്കാതിരിക്കാൻ കാരണം എന്ന് അള്ളാഹു ഇവിടെ വിളംബരം ചെയ്യുന്നു, സൂറത്ത് റൂം. അതുകൊണ്ട് നബിയോട് ഒരു നിർദ്ദേശമുണ്ട്, അതാണ് നമ്മളോടുള്ള നിർദ്ദേശം. ഞാൻ ഈ ആദ്യം അൽ അൻകബൂത്തിലെ ആയത്താണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. നാം അത് വായിക്കുന്നതിന് മുൻപ് എന്താണ് അങ്ങനെയൊക്കെ ആയത്, ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിർദ്ദേശിക്കുന്ന വചനം. അത് സൂറ സുഹ്റുഫിലേതാണ്. ഫസ്തംസിക് ബില്ലദീ ഊഹിയ ഇലൈക മിൻ റബ്ബിക്
ഫസ്തംസിക് ഇലൈ ബില്ലദീ ഊഹിയ ഇലൈക ഇന്നക അലാ സിറാത്തിൻ മുസ്തഖീം വഇന്നഹു ലദിക്റുൻ ലക വലിഖൗമിക വസൗഫ തുസ്അലൂൻ. ഫസ്തംസിക് നീ അവലംബിക്കുക, ബലമായി പിടിക്കുക, നീ അത് ഉൾക്കൊള്ളണം. ഫസ്തംസിക് ബില്ലദീ ഊഹിയ ഇലൈക നിനക്ക് നാം നൽകിയ സന്ദേശത്തെ, ഇന്നക അലാ സിറാത്തിൻ മുസ്തഖീം നാം നിനക്ക് നൽകിയ സന്ദേശം ബലിഷ്ഠമായി മുറുകെ പിടിക്കുമ്പോൾ നീ സത്യമാർഗത്തിലും നേരായ വഴിയിലുമാണ്. അപ്പൊ ഏറ്റവും ശരിയായൊരു വഴിയിലാണ് നീ എന്ന് ആദ്യം ബോധ്യം വരണം. വഇന്നഹു ലദിക്റുൻ ലക ഇപ്പറഞ്ഞ ആശയം ഇത് നിനക്കുള്ള ഒരു സുവാർത്ത. വലിഖൗമിക നിന്റെ ജനതയ്ക്കുമുള്ളത് ഇത് തന്നെയാണ് അവരോട് പറയാനുള്ളത്. വസൗഫ തുസ്അലൂൻ അവർ പിന്നീട് ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ വഹീനെ സംബന്ധിച്ചാണ്. നീ നേർമാർഗത്തിലാണ്, നിന്നിൽ കളങ്കമുണ്ടാകരുത്, ചാഞ്ചല്യത്തിൻ്റെ ആവശ്യമില്ല, വേറെ ആരുടെയും ഒരു ജനതയുടെയും ആചാരത്തെ പിന്തുടർന്ന് പോകണ്ട, അവരുടെ വിശ്വാസമനുസരിച്ച് നിന്റെ വിശ്വാസത്തെ നീ കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല, നേരായ വഴിയിലാണ് നീ ഉള്ളത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വചനമായ വിശുദ്ധ ഖുർആനിനെ ശക്തമായി അവലംബിച്ച് ജീവിക്കണം. ഇതാണ് നിങ്ങൾക്കുള്ള സന്ദേശം. അപ്പൊ ഇവിടെ ആദ്യം പറഞ്ഞത് സൂറത്ത് റൂം, നമ്മൾ ഭൂപ്രദേശങ്ങൾ കാണുകയും പഠിക്കുകയും സഞ്ചരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ അവരെ അപേക്ഷിച്ച് എത്രയോ നിസ്സാരരാണ്. കാനു അഷദ്ദ മിൻഹും ഖുവ്വത്തൻ വഅസാറു അൽ അർള വഅമറൂഹ. ഖുർആനിൽ ഒരു വളരെ വലിയൊരു വെളിപ്പെടുത്തൽ നടത്തിയതാണ്. നിങ്ങളെക്കാളെല്ലാം എത്രയോ ശക്തരായിരുന്നു ഈ ഭൂതലത്തിൽ ജീവിച്ചിരുന്നവർ. നിങ്ങളെക്കാൾ ശക്തരായിരുന്നു എന്ന് മാത്രമല്ല, നിങ്ങളെക്കാൾ വലിയ സാമൂഹിക മേഖലയിൽ ഈ സംസ്കാരത്തിൻ്റെ പുറത്ത് അവർ വലിയ വലിയ നിക്ഷേപങ്ങൾ നടത്തിയവരുമാണ്. അവരാണ് ലോകത്തിന് പിൽക്കാലത്ത് അടയാളമാക്കി മാറിയിട്ടുള്ള ഒരുപാട് തെളിവുകൾ ഉണ്ടാക്കിയവർ, ഒരുപാട് സൗധങ്ങൾ, ഒരുപാട് അവശേഷിപ്പുകൾ, ഒരുപാട് കണ്ടെത്തലുകൾ, അങ്ങനെ പലതും. അപ്പോൾ അങ്ങനെ ഒരുപാട് ചെയ്തവരാണ്. ഭൂമിയിൽ ഒരുപാട് നാഗരികതയ്ക്ക് തുടക്കം കുറിച്ചവരാണ്. അവരാണ് ഈ മനുഷ്യരാശിയെ വളർത്തിയത്. അങ്ങനെ ഏതർത്ഥത്തിൽ നോക്കിയാലും അവർ നിങ്ങളെക്കാൾ കഴിവുറ്റവരായിരുന്നു. പക്ഷേ അവരെല്ലാം ഇന്ന് ഈ മണ്ണിൻ്റെ അടിയിലാണ്, മണ്ണിൻ്റെ മേലില്ല. മണ്ണിൻ്റെ മുകളിലായിരുന്നപ്പോഴാണ് ഖുർആൻ പറഞ്ഞ ഏറ്റവും വലിയൊരു വിഷയം വഖാറൂന വഫിർഔന വഹാമാന വലഖദ് ജാഅഹും മൂസാ ബിൽ ബയ്യിനാത്ത് ഫസ്തക്ബറു ഫിൽ അർളി വമാ കാനൂ സാബിഖീൻ. ഈ ഒരു വലിയ ആയത്തിന്റെ അൻകബൂത്തിലെ ആദ്യ ഭാഗമാണ്. അവിടെ നിങ്ങളെക്കാളെല്ലാം കേമന്മാരും അധിപന്മാരും ശക്തരുമാണ് ഈ ഭൂതലത്തിൽ ജീവിച്ചിരുന്നവർ. അവരാരൊക്കെയാണെന്ന് ചോദിച്ചാൽ കാറൂനാണ് അതിലൊന്ന്. കാറൂനിൻ്റെ ജീവിതത്തെ ഹ്രസ്വമായി വിവരിച്ചത് വിശുദ്ധ ഖുർആനാണ്. അതൊരു ചെറിയ ആളൊന്നുമല്ല. കാറൂൻ ഒരു മഹാശക്തനായിരുന്നു, കഴിവുറ്റവനായിരുന്നു, സമ്പന്നനായിരുന്നു. അയാളുടെ സമ്പത്തിൻ്റെ ആധിക്യത്തെ അളക്കുന്നതിന് ഖുർആൻ ഉപയോഗിച്ച ഒരു ഉപമ, ഒരു വലിയ സംഘം ജനങ്ങൾക്ക് എടുക്കാനും മാത്രം ഉണ്ടായിരുന്നു അതിൻ്റെ ഖജനാവുകൾ. അത് അത്രയും വലിയ, അതൊരു ഉപമാലങ്കാരത്തിലാണ് ആ വാചകം പറഞ്ഞത്. അതാണ് കാറൂൻ. ഏറ്റവും വലിയ അഹങ്കാരിയും ധിക്കാരിയുമായിരുന്നു. ആ കാലഘട്ടത്തിൽ മറ്റൊരു ഭരണാധിപൻ ഫറോവയാണ്, ഫിർഔൻ.
ഫിർഔന്മാരെ നമ്മൾ കാണുന്നത് ഒരു വലിയ ദൃഷ്ടാന്തം എന്ന നിലയിലാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. നമുക്ക് 13-14 ഫിർഔനുകളുടെ അവശേഷിപ്പുകൾ അവർ ഭരിച്ചിരുന്ന ഈജിപ്തിൽ ഇന്നും അവശേഷിപ്പിച്ചിട്ടുണ്ട് മ്യൂസിയത്തിൽ. അപ്പൊ 1, 2, 3, 4 അല്ല, 13 ഫറോവമാർ ഇന്ന് ജഡമായി നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ട് അവശേഷിച്ച ജഡത്തിൻ്റെ രൂപവും ആകൃതിയും കാണുമ്പോൾ കാഴ്ചക്കാരന് ഞെട്ടലുളവാക്കും, കൗതുകമല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ ഭീതിയും ഭയവും ജനിക്കും. അതിശക്തരായിരുന്നു ഈ ഭരണാധിപർ. ബഹുജനങ്ങളെ ഇതുപോലെ ഉപദ്രവിച്ച, ക്രൂരമായി പെരുമാറിയ, നശിപ്പിച്ചുകൊണ്ടിരുന്ന, ഒരു സ്വാതന്ത്ര്യവും അനുവദിക്കാതിരുന്ന അവരുടെ ഒരു മോചനമാണല്ലോ മൂസ അലൈഹിസ്സലാമും ഹാറൂനും യൂസുഫും അങ്ങനെ തുടങ്ങി എത്രയോ നബിമാരുടെ പ്രയത്നം സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈജിപ്തിൽ നടത്തിയതാണ്. അതാണ് ഖുർആൻ വന്ന ഏറ്റവും അധികം പരാമർശിച്ച ഒരു പ്രവാചകൻ മൂസയാകാൻ കാരണം. മനുഷ്യവർഗത്തിന് ഒരു സ്വാതന്ത്ര്യം ലഭിക്കണമല്ലോ, അതിനു വേണ്ടി അടരാടിയ ആൾ. വളരെ കുറഞ്ഞ ആളുകളെ കൂടെ ഉള്ളൂ, പക്ഷേ ശക്തമായൊരു ആയുധം അള്ളാഹുവിൻ്റെ വഹിയാണ്. അതിൻ്റെ പിൻബലത്തിലാണ് മൂസ അലൈഹിസ്സലാം പ്രയത്നിച്ചത്. ഫറോവമാരിൽ 2ാമത്തെ ആളാണ് അന്നുള്ളത്. അപ്പൊ ഫറോവ 2ാമനാണ്. അപ്പൊ അതിൻ്റെ ദീർഘമായ ചരിത്രവും കാര്യങ്ങളൊക്കെ അല്ലാമ യൂസുഫ് അലിയുടെ ഖുർആൻ വിശദീകരണത്തിലുണ്ട്. അത് ഇംഗ്ലീഷ് വെർഷനാണ്. അതങ്ങനെ തന്നെ തഫ്ഹീമിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കുക, സമയം കിട്ടും. നമ്മളിവിടെ ചരിത്രം പറയാൻ സമയമില്ല. അപ്പൊ 2ാമത്തെ ആള് ഫറോവയാണ്. അതിൻ്റെ ഒരു വംശാവലിയുണ്ട്. ഇപ്പൊ നമ്മൾ 7 9 പിരമിഡുകൾ ലോക ചരിത്രത്തിൽ ഒരത്ഭുതമായി അവശേഷിച്ചിരിക്കുന്നു എന്ന് നമുക്കൊക്കെ അറിയാം. ഇപ്പോഴും അതിൻ്റെ ഉള്ളറകളിലേക്കുള്ള അന്വേഷണവും പഠനവും എത്ര കഴിഞ്ഞിട്ടും അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് ഈ പിരമിഡ്? എങ്ങനെയാണ് അതിൻ്റെ നിർമ്മാണം? അതിൻ്റെ അത്ഭുതം എന്താണ്? അവരതുവഴി ലക്ഷ്യമാക്കിയത് എന്താണ്? അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ അതൊരു അത്ഭുതമാണ്. അത് ഇന്നും അവശേഷിച്ചിട്ടുള്ളത്. അപ്പൊ ഫിർഔനും ഖാറൂനുമാണ്. 3 ഹാമാനുമാണ്. ഇത് 3 ത്രയങ്ങളായിട്ടാണ് ഉള്ളത്. ഖാറൂന്റെ അതേ കാലഘട്ടമാണ് ഫറോവ, ഫറോവയുടെ കാലഘട്ടമാണ് ഹാമാൻ. പരസ്പര ബന്ധിതമാണ് ഈ 3 പേരും. ഒന്നൊന്നിന് ഈ ചേരുന്ന ആളുകൾ, എനം എനത്തോട് ചേരുമെന്ന് നമ്മളൊരു ഉദാഹരണം പറയുമല്ലോ, അതുപോലെയുള്ള ആളുകൾ. ഇവരുടെ നിഷ്ഠൂരതകൾ വേറെ ലോകത്ത് പിന്നീട് അതുപോലെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അടിമകളാണ് ആ കാലഘട്ടത്തിൽ മുഴുവൻ മനുഷ്യരാശിയും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു കുടുംബം രൂപപ്പെടാനോ ഒരു സ്ത്രീക്ക് പ്രസവിക്കാനോ കുഞ്ഞിനെ വളർത്താനോ വിശിഷ്യ ആൺകുട്ടികളെ വളർത്താനോ കഴിയില്ല. അതിൻ്റെ ഒരു പതിപ്പാണ് നെതന്യാഹു. ഇത് നിങ്ങൾ ചേർത്ത് പഠിക്കേണ്ടതാണ് ഈ പാഠം. ഇപ്പോൾ ഔദ്യോഗിക കണക്കനുസരിച്ച് 2 വയസ്സോ 3 വയസ്സിനോ താഴെയുള്ള 22,000 ചെറിയ കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞു. നമുക്ക് ഒരാൾക്ക് ഒരു മൃഗത്തിൻ്റെ, നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഒരു പട്ടിയുടെയോ പൂച്ചയുടെയോ മേത്ത് വണ്ടി ഒന്ന് മുട്ടിയാൽ ഒരു 3 ദിവസത്തേക്ക് നമുക്ക് ഉറങ്ങാൻ കഴിയില്ല. അതിൻ്റെ പടച്ചിലും വേദനയും കരച്ചിലും, അത് പിന്നെ ചാകുന്നതും. ഇത് 22,000-ലധികം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ എത്ര ഭീകരമാണ്, ഭീമത്സമാണ് ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഓരോ രാജ്യത്തെയുമാണ്. അപ്പൊ അത്രയും കുഞ്ഞുങ്ങളെയാണ്. സ്ത്രീകളും വൃദ്ധരും അബാലവൃദ്ധ ജനങ്ങളും മദ്രസയും സ്കൂളും ആശുപത്രികളും അഭയാർത്ഥി ക്യാമ്പുകളും ഓല ഷെഡുകളൊക്കെ ഉള്ളത് വേറെ നശിപ്പിച്ചിട്ടുണ്ട്. അതല്ല നമ്മുടെ കണക്ക്. അതപ്പോൾ 1 ലക്ഷത്തിൻ്റെ മുകളിൽ പോവും. അപ്പോഴും ഇത് ചെറിയ കുഞ്ഞുങ്ങളാണ്.
അത് നമ്രൂദിന്റെ കാലഘട്ടത്തിലും അങ്ങനെയായിരുന്നു, ഫറോവയുടെ കാലഘട്ടത്തിലും അങ്ങനെയാണ്. ആൺകുട്ടികളെ മുഴുവൻ കൊന്നുകളയുക എന്നാണ്. അപ്പോൾ വരും തലമുറ വംശീയമായ ഉന്മൂലനത്തിന് വിധേയമാകും, പിന്നെ അവരെ അവശേഷിക്കൂല. അങ്ങനെയാണല്ലോ ഉള്ളത്. അത് അങ്ങനെ ഇന്നത്തെ വർത്തമാനകാലവുമായി ബന്ധിപ്പിച്ച് പഠിക്കാവുന്നതാണ്. ഹാമാനായിരുന്നാലും കാറൂനായിരുന്നാലും ഫിർഔനായിരുന്നാലും. വലഖദ് ജാഅഹും മൂസാ ബിൽ ബയ്യിനാത്ത്, വളരെ കൃത്യമായ തെളിവുകളുമായി പ്രവാചകൻ അവരുടെ മുൻപിൽ വന്നു. പക്ഷേ ഫസ്തക്ബറു, ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഈ അനീതിക്കെതിരെ ശബ്ദിച്ചു. ഈ അനീതിക്കെതിരെ, ഈ ഭീമത്സമായ അക്രമങ്ങൾക്കെതിരെ, ഉന്മൂലനങ്ങൾക്കെതിരെ, നശിപ്പിക്കുന്ന നാശനഷ്ടങ്ങൾക്കെതിരെ ലോകത്തെ എല്ലാ മനുഷ്യ വിഭാഗവും സംസാരിച്ചു, ശബ്ദിച്ചു, ആക്രോശിച്ചു. അങ്ങനെ പലതുമുണ്ട്. പക്ഷേ ആരുടെയും ചെവിയിൽ ഇതെത്താറില്ല. 70% സോഷ്യൽ മീഡിയകളും മുസ്ലിമുകൾ എന്ന് പറഞ്ഞാൽ നുഴഞ്ഞുകയറ്റക്കാര്, വിദേശികൾ, അക്രമവാസനയുള്ളവർ, നിഷേധികൾ, വലിയ ഭീമത്സമായ പദ്ധതികൾ, കൊള്ളകൾ നടത്തുന്നവർ, ഭീകര രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിലും പ്രവേശിപ്പിക്കാൻ പോലും പറ്റാത്ത അത്രയും ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ആളുകളാണ് എന്ന് ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതിന് 70%-ലധികം ഇന്ത്യയിലെ ബ്ലോഗർമാര് ഒരു 10-15 വർഷമായിട്ട് പകൽ ഭേദമന്യേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ഒരു മുസ്ലിം എന്ന് കേട്ടാൽ ഉടനെ ഒരു ഭീകരവാദിയുടെ ചിത്രം അവരുടെ മുമ്പിൽ വരും. ഇത് വളരെ ഒരു ആസൂത്രിതമായി ഭാവിക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. നമ്മളിത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം. കാരണം നമ്മൾ അതിൻ്റെ മുൻപിൽ മണിക്കൂറുകൾ ചെലവഴിക്കും. നമുക്ക് തന്നെയാണ് നാശവും നമുക്കറിയാം. പക്ഷെ നമ്മളെന്നാലും ഇത് കാണണമല്ലോ. 2, 3, 4, 5, 8 മണിക്കൂർ കണ്ടാലും നമുക്ക് മടുപ്പ് വരില്ല, ഉറക്കവും വരില്ല. മറിച്ച് ഖുർആനോ ഏതെങ്കിലും ഒരു ക്ലാസിക്കൽ ഗ്രന്ഥമോ കൊള്ളാവുന്ന ഒരു പുസ്തകം എടുത്ത് വായിച്ചാൽ ഒരു പേജ് വായിക്കാൻ എന്നെ കണ്ട് കഴിയില്ല, അപ്പോൾ ഉറക്കം വരും. ഇതാണ് ഇന്നത്തെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മളെ കൊലയ്ക്ക് കൊടുക്കുന്നതിന് എളുപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഉപകാരമുള്ളവരല്ല. ലോകരാജ്യങ്ങളിലെല്ലാം വിധ്വംസക പ്രവർത്തകരാണ് മുസ്ലിമുകൾ എന്ന് മുസ്ലിമുകൾ അവിടെ ചെല്ലുന്നതിന് മുൻപ് തന്നെ നിലവിലുള്ള ജനങ്ങൾക്ക് അറിവ് കൊടുക്കലാണ് ഈ വ്ളോഗർമാരുടെ രീതി. എവിടെ ആരെന്ത് ശബ്ദിച്ചാലും, അത് റൈറ്റേഴ്സ് ആകാം, പത്രപ്രവർത്തകരാകാം, ഡോക്ടർമാരാകാം, എഞ്ചിനീയർമാരാകാം, സയന്റിസ്റ്റുകളാകാം, ഗവേഷകരാകാം, രാഷ്ട്രീയ പ്രവർത്തകരാകാം, ആരും ആകാം. അപ്പോൾ വമ്പിച്ച ജനാവലിയെ പിടിക്കാം, അറസ്റ്റ് ചെയ്യാം, ജയിലിലിടാം, അങ്ങനെ തടങ്കൽ പാളയങ്ങളിൽ വഹിക്കാം, വീട്ടുതടങ്കലിലാക്കാം. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാനൊരു വർത്തമാനകാലവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചതാണ്. വസ്തക്ബറൂ ഫിൽ അർള്, അവർ ഭൂമിയിൽ അഹങ്കാരികളായി തീർന്നു. ഇതൊന്നും അവർക്ക് വിഷയമല്ല. മനുഷ്യരോ മനുഷ്യരുടെ രോദനങ്ങളോ അവരുടെ സങ്കടങ്ങളോ പ്രയാസങ്ങളോ പട്ടിണിയോ ദാരിദ്ര്യമോ രോഗമോ ഇതൊന്നും വിഷയമല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരു 60 വർഷം മുൻപ് ഏത് രോഗവും ചുരുങ്ങിയ ദിവസം കൊണ്ട് തീരും. പിന്നീട് മാരകമായ രോഗം ഉണ്ടായത് മലേറിയയായിരുന്നു. അത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലാതെയാക്കി. പിള്ളവാദം, ഇത് കുട്ടികളെ ബാധിക്കുന്നതാണ്. അത് നമ്മുടെ രാജ്യത്ത് നിന്ന് ഹെൽത്ത് വളർന്നപ്പോൾ ഇല്ലാതാക്കി. അപ്പോൾ പിന്നെ ഇനി എങ്ങനെയാണ് ഈ സെക്ഷൻ നിലനിൽക്കുക എന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഒരു 4 വർഷം പിന്നിട്ടാൽ, ഇനി കഴിഞ്ഞാൽ 2030, 2031 ആവുമ്പോൾ ഭീമത്സമായ ക്രമത്തിൽ രാജ്യവ്യാപകമായി വലിയ മാരക രോഗങ്ങൾ പടർന്നു പിടിക്കും. അങ്ങനെ പടർന്നു പിടിക്കുമ്പോൾ നമുക്ക് മരുന്നുകൾ വേണം, ആശുപത്രികൾ വേണം.
അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളെ ഉപയോഗിച്ച് അവരുടെ സമ്പത്ത് നമ്മുടെ കൈകളിലാവും. അതുകൊണ്ട് ലോകരാജ്യങ്ങളിലെ ഏറ്റവും പ്രബലരായ മരുന്ന് കച്ചവടക്കാരുടെ എല്ലാം ലക്ഷ്യം സാധൂകരിക്കുമാറ് വലിയ വലിയ കമ്പനികൾ ഇന്ത്യയിലെ തന്നെ വിശിഷ്യ കേരളത്തിലെ വലിയ ഹോസ്പിറ്റലുകളൊക്കെ അവർ വിലയ്ക്ക് മേടിച്ചു. നമ്മളാരും കണ്ടിട്ടുണ്ടാവില്ല ഇത്, അത്രയും നമ്മളിത് വായിച്ചിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ ഈ വാട്സാപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് അത് നമ്മൾ അറിയൂല. അപ്പൊ ഞാനിത് സൂചിപ്പിച്ചത്, ഭക്ഷണത്തിന്റെ അനിയന്ത്രിതത്വം വരുമ്പോൾ ടെസ്റ്റുകൾ ആവശ്യമായിട്ട് വരും. ടെസ്റ്റുകൾ ആവശ്യമായാൽ പിന്നെ ഡോക്ടർമാർ വേണ്ടി വരും, ആശുപത്രി വേണം. ഇപ്പൊ ഈ നിലവിലുള്ള ആളുകൾക്ക് പര്യാപ്തമായ ഹോസ്പിറ്റൽ കേരളത്തിലില്ല, പോരാ. ഇനി ഇത്രയും കൂടി ഉണ്ടായാലേ മതിയാവും 30 ആകുമ്പോഴേക്കും. എത്ര ആസൂത്രിതമാണ് കാര്യങ്ങളുടെ പോക്കെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം സൂചിപ്പിച്ചതാണ് ഞാൻ. വലിയ അഹങ്കാരികളായിട്ട് ലോകത്തെ ഇന്ന് അതിജയിച്ച് അടക്കി ഭരിച്ച് നിൽക്കാവുന്ന, എല്ലാവരെയും ചൊൽപ്പടിക്ക് നിർത്താവുന്ന, എല്ലാവരുടെയും ശേഷി ഉപയോഗിക്കാവുന്ന, മാനവ വിഭവശേഷിയെ അടിമത്വത്തിന്റെ ചങ്ങലയിൽ തളച്ചിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ക്രൂരമായ ഒരു ജീവിത നടപടി ഭരണക്രമങ്ങൾ ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഖുർആൻ ഇവിടെ പറഞ്ഞത് ഒമാ കാനു സാബിഖീൻ, അവർക്കും ജയിക്കാൻ കഴിയില്ല. ഇവിടെ അവർക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ, എന്തൊക്കെ കാണിച്ചാലും. അങ്ങനെ രക്ഷപ്പെടാൻ കഴിയാതെ ലോകത്ത് അതിനിസ്സാരരായി, നിസ്സഹായകരായി ലോകത്ത് മൺമറഞ്ഞു പോയ ജനാവലി, സംസ്കാരം കെട്ടിപ്പടുത്തവർ, രാജ്യത്തെ കെട്ടിപ്പടുത്തവർ, ഭരണം സ്ഥാപിച്ചവർ, മനുഷ്യവരാശിയിൽ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയവർ, അവരുടെയൊക്കെ പരിണിതത്വം എന്തായിരുന്നു എന്ന് നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ അവരുടെ പിൻതലമുറകളോട് ചോദിച്ച് നിങ്ങൾ പഠിക്കുക. അതിന് നിങ്ങൾ ലോകത്ത് സഞ്ചരിക്കുക. ഫകദ്ദബൂഹു, 2 വചനം കൂടി സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. ഇത് ഈ അടുത്ത കാലത്ത് ഖുർആനിൽ ഒരുപാട് ചരിത്രങ്ങളെ എടുത്ത് പറയുന്ന വചനങ്ങളുണ്ട്. ഫകദ്ദബൂഹു ഫഅൻജയ്നാഹു വല്ലദീന മഅഹു ഫിൽ ഫുൽക്ക്, നോഹ പ്രവാചകൻ, നൂഹ് അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിന്റെ സഹായികളെയും അള്ളാഹു രക്ഷപ്പെടുത്തി. വഅഗ്റഖ്നല്ലദീന കദ്ദബൂ, ഇതുപോലെ ഒരു അത്ഭുതം ഉണ്ടാകണം. വിശ്വാസികൾ, നല്ലവർ, ധർമ്മനിഷ്ഠയുള്ളവർ, മനുഷ്യരാശിയിൽ നിന്ന് മാനുഷികതയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകൾ, അവരെ മോചിപ്പിക്കാൻ, രക്ഷപ്പെടുത്താൻ കഴിയണം. അള്ളാഹു അങ്ങനെ രക്ഷപ്പെടുത്തിയ 5 കാര്യങ്ങൾ പറയുന്നുണ്ട് സൂറ അഅറാഫ്. ഇന്നഹും കാനു ഖൗമൻ അമീൻ, എന്താ അവരെ എല്ലാം അങ്ങനെ നശിപ്പിക്കാൻ കാരണം? അവർ എന്ത് കണ്ടാലും മനസ്സിലാക്കൂല. ഇസ്ലാമിക ലോകത്തേക്ക് വന്ന് നോക്കുക നിങ്ങൾ. ഇതല്ല, ഇതിലപ്പുറം വന്നാലും ഞങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവൂല. ഇപ്പൊ നമ്മളൊരു 17-18 ലക്ഷം ആബാലവൃദ്ധം ജനങ്ങൾ മസ്ജിദുൽ ഹറമിൽ വന്ന് നമസ്കരിക്കുന്നു, ഹജ്ജിന് പോവാണ് കേട്ടോ. നടന്നൊരു ഉദാഹരണം പറയാം. അതിലൊരു 3 സ്ത്രീകൾ അവര് ഹറമിലേക്ക് വരൂല. അങ്ങനെ കൂടെയുള്ള ഒരു പെൺകുട്ടിയുടെ നിർബന്ധപ്രകാരം ഒരു സുബഹിക്ക് കൊണ്ടുപോയി. അപ്പൊ അവിടെ ചെന്ന് നോക്കി, ഇപ്പൊ സുബഹിക്ക് കുനൂത്തില്ല. അപ്പൊ ഇത്രയും ലക്ഷോപലക്ഷം പേര് 24 മണിക്കൂറോടെ തിങ്ങി നിറഞ്ഞ് നമസ്കരിക്കാട്ടോ. പിന്നെ അവർ പോരുന്നത് വരെയും ഹറമിലേക്ക് പോയില്ല. ഞങ്ങള് വാട്സാപ്പിൽ ഉസ്താദിനോട് ഇതിന്റെ മതവിധി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ പരമാവധി റൂമിൽ തന്നെ നമസ്കരിക്കുക, പോകണ്ട പള്ളിയിലേക്ക്. എങ്ങനെയുണ്ട്? ഒരു ഉദാഹരണം സൂചിപ്പിച്ചതാണ്. അപ്പൊ ലക്ഷോപലക്ഷം ആളുകൾ 24 മണിക്കൂറും പള്ളിയിൽ അവർ എഴുത്തിക്കാവിരിക്കുന്നു, നമസ്കരിക്കുന്നു, തവാഫ് ചെയ്യുന്നു, ദുആ ചെയ്യുന്നു, ഖുർആൻ ഓതുന്നു, ദിക്ർ തസ്ബീഹുകളൊക്കെ ചെയ്യുന്നു. ഇത് കണ്ടിട്ട് മനസ്സിലാകാത്തവർ, അവിടെ ഖുർആൻ ഉപയോഗിച്ച വാചകം അമീൻ എന്നാണ്. നൂഹ് നബിയുടെ ജനതയെ വിശേഷിപ്പിച്ച ഒരു പദമാണത്. ബാക്കി വിശദമായ കാര്യം സൂറത്ത് നൂഹ് നിങ്ങളൊരു പ്രാവശ്യം ഒന്ന് വായിക്കണം. 2, ഇത് സൂറത്ത് അഅറാഫിലെ ഒരായത്താണ്. ഫഅൻജയ്നാഹു വല്ലദീന മഅഹു ബിറഹ്മത്തിൻ മിന്നാ, നമ്മുടെ വലിയ വിശാല കാരുണ്യം കൊണ്ട്
ഹൂദ് അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെയും നാം രക്ഷപ്പെടുത്തി. വഖതഅനാ ദാബിറല്ലദീന കദ്ദബൂ ബിആയാതിന, നമ്മുടെ തെളിവുകൾ നിഷേധിച്ച് കളഞ്ഞവരുടെ പിൻതലമുറയെ ഇല്ലാതാക്കി കളഞ്ഞു. അവരുടെ അവശേഷിപ്പൊന്നുമില്ല. 600 വർഷം ഒരു രാജ്യം ഭരിച്ചു നമ്മുടെ നാട്. അവരുടെ പിൻതലമുറയെ കുറിച്ച് വെറുതെ ഇന്ത്യയിൽ നടന്നൊന്ന് പഠിച്ചുകൂടെ? ഇത് ഹൂദ് നബിയുടെ ചരിത്രമാട്ടെ ഞാനിപ്പോ ഈ പറഞ്ഞത്. അവര് ബാക്കി ആരാ ഉള്ളേന്നറിയാൻ മഹാത്ഭുതങ്ങളൊക്കെ കെട്ടി ഉയർത്തിയത് അവരാണ്. ഏറ്റവും വലിയ ആകർഷക സമ്പത്തിന്റെയൊക്കെ ഉടമ അവരാണ്. ഇന്നും അവശേഷിച്ചിട്ടുള്ള എല്ലാ കോട്ട കൊത്തളങ്ങളും അവരുണ്ടാക്കിയതാണ്. പക്ഷെ അവരുടെ പിൻതലമുറ എവിടെ പോയി? അതൊരു വലിയ ചരിത്ര പഠനമാണ് ഖുർആൻ ഇവിടെ പറഞ്ഞത്. ദാബിറ ഫഖതഅന, നാം മുറിച്ചു കളഞ്ഞു എന്നാണ്, വേരോടെ പിഴുതു കളഞ്ഞു എന്ന്. ഇതാണ് ഹൂദ് നബി അലൈഹിസ്സലാമിനെ തൊട്ടടുത്ത് പറഞ്ഞത്. 3, സാലിഹ് അലൈഹിസ്സലാം ഫഅഖദത്തുഹുമുർ റജ്ഫത്തു, ഭൂകമ്പമാണ് അവരെ ബാധിച്ചത്. ഭൂകമ്പം. അപ്പൊ ഭൂകമ്പം ഒരു പ്രദേശത്ത് നമുക്ക് റിക്ടർ സ്കെയിലിൽ 6, 7, 8, 10 എന്നൊക്കെ നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യാറുണ്ട് ഇപ്പോഴും. പക്ഷെ അതൊന്നും ഒരു വീണ്ടും വിചാര സംഭവമായി വാർത്തകൾ വായിക്കുന്നവർ പോലും ഉൾക്കൊള്ളുന്നില്ല. പക്ഷെ ഒരു ജനതയെ ഒന്നടങ്കം ഉന്മൂലനം ചെയ്തത് അങ്ങനെയാണ്. ഫഅസ്ബഹു ഫീ ദാരിഹിം ജാസിമീൻ, പിന്നീട് അവർ അവിടെ വെറും ജീവച്ചവങ്ങളായി തീർന്നു. അതിനകത്ത് ജീവിച്ചിരുന്ന ആളുകളൊക്കെ കബണ്ഡങ്ങൾ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുകയായിരുന്നു. അത് മദീനയിലെ ചില പ്രാന്തപ്രദേശങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞപ്പോഴും ആ ജനതയെ നശിപ്പിച്ച രീതി പറഞ്ഞത് അങ്ങനെയാണ്. ഷുഐബ് അലൈഹിസ്സലാം 4, അല്ലദീന കദ്ദബൂ ഷുഐബൻ. ഇത് ഈ ദീനിന്റെ ഈ യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ അത് വളരെ നിസ്സാരമായിട്ട് ആളുകൾ കാണുന്നത്, അങ്ങനെ കളവാക്കി കളയുകയാണ്. കഅല്ലം യഗ്നൗ ഫീഹാ, അവിടെ ഉപയോഗിച്ചപ്പോൾ അവിടെ ഒരു ജനത താമസിച്ചു എന്നതിന്റെ അടയാളം പോലും ഇല്ലാതാക്കി മാറ്റിയതാണ്. നമ്മൾ ജോർദാനിൽ നിന്ന് ഫലസ്തീനിലേക്ക് പോകുമ്പോൾ മണിക്കൂറുകൾ സഞ്ചരിക്കുന്ന ഒരു ഭൂപ്രദേശമുണ്ട്. അവിടെ ഒരു ജനത താമസിച്ചു എന്നതിന് യാതൊരു അടയാളവും ബാക്കിയില്ല. അവിടെ ആകെ ഷുഐബ് നബിയുടെ ഒരു വരുമാനത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പള്ളിയും ഒരു ഖബറും ഉണ്ട് അവിടെ. മദിയൻ എന്ന ഷുഐബ്, മൂസ അലൈഹി സ്വലാമിന് രക്ഷ നൽകിയ അഭയം കിട്ടിയ ഒരു രാജ്യത്തെ കുറിച്ചാണ് ഈ പറഞ്ഞത്. അവിടെ വേറെ ഒരുപാട് അമ്പിയാ മുർസലുകൾ വന്നതാണ്. പക്ഷെ അവിടെ ആരും താമസിച്ചായിട്ടൊന്നില്ല. ഇത് മനസ്സിലാക്കുമ്പോഴാണ് ഗർവുകൾ കുറയുക, ധാർഷ്ട്യത കുറയുക, ധിക്കാരം കുറയുക, ഭരണകൂടങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കാൻ കഴിയുന്നത്. എത്ര നാളിത് മുന്നോട്ട് പോകും എന്നൊരു വിഷയമുണ്ടല്ലോ. 5, ഫഅൻജയ്നാഹു അസ്ഹാബസ് സഫീന വജഅൽനാഹാ ആയത്തൻ ലിൽആലമീൻ, ലോകത്തിന് തന്നെ അത് തെളിവാക്കി അല്ലാഹു. സൂറ അൻകബൂത്തിലെ ഒരു ആയത്താണ്. എന്നിട്ടാണ് ഖുർആൻ പറഞ്ഞത് ഫകുല്ലൻ അഖദിനാ, എല്ലാവരെയും നാം പിടിച്ചു, ബിദൻബിഹി, പാപഭാരം വർദ്ധിച്ചപ്പോൾ. ധിക്കാരവും തോന്യാസവും കൊലപാതകങ്ങളും വ്യഭിചാരങ്ങളും മദ്യപാനവും ചൂതാട്ടവും വഞ്ചനയും ചതിയും കരാറ് ലംഘനങ്ങളും. ഇപ്പൊ അമേരിക്ക എത്ര പ്രാവശ്യം ഇപ്പൊ കരാർ ലംഘിച്ചു? ഇസ്രയേലിന് ലോകരാജ്യ 600 കോടി മനുഷ്യരുടെ മുൻപിൽ കരാറില്ലാത്ത ഒരേ ഒരു രാജ്യം അവരേ ഉള്ളൂ. അവര് തീരുമാനിക്കുന്നത് മാത്രമേ നടക്കൂ. ഇപ്പൊ വർത്തമാനകാലവുമായി ബന്ധിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞൊരു ഉദാഹരണമാണ്. അങ്ങനെ ഒരു മാനുഷിക വ്യവസ്ഥയും പാലിക്കുന്നില്ല. ഇതിനേക്കാൾ വലിയൊരു പാപമില്ല. ഏതെങ്കിലും ഒരാൾ രാവിലെ വൈകി എഴുന്നേറ്റ് പോയി എന്നതിന്റെ പേരിൽ പിടിച്ചു ശിക്ഷിക്കലല്ല ഇസ്ലാമിലുള്ള കാര്യം. മറിച്ച് ഇതൊക്കെ സാമൂഹികമായ വലിയ അധർമ്മങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നു. എല്ലാവരെയും പിടികൂടിയപ്പോ അതിൽ ചിലരെ പിടിച്ചത് വലിയ കൊടുങ്കാറ്റാണ്.
വേറെ ചിലരെ പിടികൂടിയ ഘോരമായ അട്ടഹാസ ശബ്ദമാണ്. ഓ മിൻഹും മൻ ഖസഫിനാ ബിഹിൽ അർദ്, ഭൂമിയെ തകിടം മറിക്കുകയാണ് ചെയ്തത്. ഓ മിൻഹും മൻ അഗ്റഖ്നാ, വേറെ ചിലരെ വെള്ളപ്പൊക്കോ മലയിടിച്ചാലോ, അങ്ങനെ തുടങ്ങി പല നിലയിലാണ്. ഒരു ഭൂപ്രദേശം തന്നെ ഇല്ലാതാക്കി കളയും. ഇപ്പൊ ഇവിടുന്ന് നമ്മളിപ്പോ മൂന്നാറും വിട്ട് ദേവികുളവും കഴിഞ്ഞ് അങ്ങോട്ട് പോയാൽ നമുക്കൊരു വലിയ അവശേഷിപ്പ് കാണാം. ഒരു പാലത്തിന്റെ ഒരു 1/3 ഭാഗം വെള്ളത്തിന്റെ മുകളിൽ വെള്ളത്തിൽ തന്നെ തെളിഞ്ഞ് നിൽക്കുന്നു. അവിടെ വലിയ സൗധങ്ങളുണ്ട്, ആരാധനാലയമുണ്ട്, ഒക്കെ കാണാം. ഇതുപോലെ മനുഷ്യരെ, ഈ സാധാരണ നമ്മൾ ബ്ലേഡ് എന്ന് പറയുമല്ലോ, പലിശ, ഇത് മനുഷ്യരുടെ മനസ്സിനെയാണ് ബാധിക്കുന്നത്. ഇത് കോടാലിയും അല്ല, അതിൻ്റെ അപ്പുറത്തെത്തി. വട്ടിയും ഒന്നും പോരാ, വലിയ കൊട്ടയ്ക്കകത്തായി പലിശയുടെ എണ്ണം. അതുകൊണ്ട് മാത്രം ജീവിച്ച ഒരു പ്രദേശം ഞാനിപ്പോൾ ഈ പറഞ്ഞു. ഒരു ഉദാഹരണം വെറുതെ പോകുമ്പോൾ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ പറഞ്ഞതാണ്. ഇന്ന് ആ പ്രദേശം ഇത് മിലിറ്ററിയുടെ അധീനതയിലാണ്. സഞ്ചാരികൾക്ക് പോയി കാണാൻ എല്ലാ സൗകര്യവും ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ തൊട്ട് നാടിൻ്റെ ഒരു അതിർത്തിയിലാണ് ഇപ്പൊ ഈ പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഒമാ കാനല്ലാഹു ലിയദ്ലിമഹു, അള്ളാഹു മനുഷ്യരെ ആക്രമിക്കാറില്ല. വലാകിൻ കാനു അൻഫുസഹും യദ്ലിമൂൻ, മനുഷ്യർ സ്വയം അക്രമത്തിൽ മുഴുകിക്കഴിഞ്ഞാൽ വകുല്ലൻ അഖദിനാ ബിദംബിഹി, ആ പാപഭാരം കൊണ്ട് അള്ളാഹു അവരെ പിടിച്ച് ശിക്ഷിക്കുന്നതാണ്. കഴിഞ്ഞുപോയ യുഗങ്ങളിൽ, കാലങ്ങളിൽ, തലമുറകളിൽ അള്ളാഹു അങ്ങനെ പിടിച്ച് ശിക്ഷിച്ച ഒരുപാട് ഭൂപ്രദേശങ്ങൾ, രാജ്യങ്ങൾ, ഭരണകർത്താക്കൾ, അവര് നിർമ്മിച്ചുണ്ടാക്കിയ ഭൂമിയിലെ ഒട്ടനവധി അവശേഷിപ്പുകൾ, ഇതെല്ലാം പിൻതലമുറയ്ക്ക് ജീവിതത്തിന് തെളിവായും മാതൃകയായും അടയാളമായും അള്ളാഹു സ്ഥാപിച്ചിരിക്കുന്നു. ഇത് കണ്ടു മനസ്സിലാക്കി മനുഷ്യർ മാനുഷികതയിലേക്ക് മടങ്ങണമെന്ന് ഖുർആൻ ആവശ്യപ്പെടുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.